Money Box. Be financially disciplined. Hi friends. ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കി ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് പ്രോസസ്സിന്റെ ഒരു ബ്രോഡർ ആസ്പെക്ട്, സെൻട്രലൈസ്ഡ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ് അപ്രോച്ച്, അതിന്റെ ഇമ്പോർട്ടൻസ്. ഇത് ഒരു AMCയുടെ അല്ലെങ്കിൽ ഫണ്ട് ഹൗസ് ലെവലിൽ ഉള്ളതാണ്. ഇനി എങ്ങനെ ഒരു ഫണ്ട് മാനേജർ തന്നെ ഇൻട്രസ്റ്റ് ചെയ്തിരിക്കുന്ന പൂൾഡ് മണി മാനേജ് ചെയ്യുന്നു, എങ്ങനെ ഇൻവെസ്റ്റേഴ്സിന് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്നു, എങ്ങനെ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നു, ആ ഒരു പ്രോസസ് എന്താണ്, ആ ഒരു ഡിസിപ്ലിൻ എന്താണ്, റിസ്ക് മാനേജ്മെന്റ് എന്താണ്, നമുക്ക് നോക്കാം. എല്ലാവർക്കും ഇന്നത്തെ സെഗ്മെന്റിലേക്ക് സ്വാഗതം. ഏതൊരു മ്യൂച്വൽ ഫണ്ട് സ്കീമിനും ക്ലിയർലി ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി ഉണ്ടാവും. ഇതൊരു മാൻഡേറ്ററി റിക്വയർമെന്റ് ആണ്. ലാർജ് ക്യാപ് ഫണ്ട്സ്, മിഡ് ക്യാപ് ഫണ്ട്സ്, സ്മോൾ ക്യാപ് അല്ലെങ്കിൽ വാല്യൂ, ഹൈബ്രിഡ് അല്ലെങ്കിൽ പലതരത്തിലുള്ള ഇതുപോലുള്ള ഡിഫറെന്റ് കാറ്റഗറൈസേഷനും സബ് കാറ്റഗറൈസേഷനും ഒക്കെ ഉണ്ട്. ഇതിനെപ്പറ്റി ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന ആ ഒരു എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇനി ഏത് സ്ട്രാറ്റജി ആണെങ്കിലും അതിലൊരു ഫണ്ട് മാനേജ്മെന്റ് പ്രോസസ് ഉണ്ട്. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻ ജനറൽ ഒരു പോർട്ട്ഫോളിയോ മാനേജർ ആണെങ്കിലും ഫണ്ട് മാനേജർ ആണെങ്കിലും രണ്ട് സ്റ്റൈൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് പ്രോസസ് ഉണ്ട്. ഒന്ന് ടോപ്പ് ഡൗൺ അപ്രോച്ച്, രണ്ട് ബോട്ടം അപ്പ് അപ്രോച്ച്. എന്താണ് ഈ ടോപ്പ് ഡൗൺ അപ്രോച്ച് അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ്? ഇവിടെ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് ഒരു എക്കണോമിയുടെ ഓവറോൾ കണ്ടീഷൻ അല്ലെങ്കിൽ ഹെൽത്ത് ആണ്. അതിനുശേഷമാണ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള റിസർച്ചിലേക്ക് അല്ലെങ്കിൽ അനാലിസിസിലേക്കൊക്കെ പോകുന്നത്. ടോപ്പ് ഡൗൺ അഥവാ മാക്രോ അനാലിസിസ് ആയിരിക്കും ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത്. അതിനനുസരിച്ചായിരിക്കും ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ പ്ലാൻ ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഈ മാക്രോ എക്കണോമിക് വേരിയബിൾസ്? ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ എക്കണോമിയുടെ GDP അല്ലെങ്കിൽ ട്രേഡ് ബാലൻസ്, ഇൻട്രസ്റ്റ് റേറ്റ്, ഇൻഫ്ലേഷൻ തുടങ്ങിയൊക്കെയാണ് ഈ ഒരു മാക്രോ എക്കണോമിക് വേരിയബിൾസിൽ വരുന്നത്. അതുപോലെ തന്നെ ഒരു രാജ്യത്തിന്റെ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, നല്ല ഗവേണൻസ്, ടാക്സ് കംപ്ലയൻസ്, ലെസ് കറപ്ഷൻ, ഇതൊക്കെ തന്നെയും ഒരു രാജ്യത്തിന്റെ എക്കണോമിക് ഗ്രോത്തിനും എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടുന്നതിനും അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് കുറയ്ക്കുന്നതിനും ഒക്കെ സഹായമാകുന്ന ഘടകങ്ങളാണ്, അല്ലെ? സോ പേര് പോലെ തന്നെ ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്നാൽ മാക്രോ അനാലിസിസ് ആയിരിക്കും ഫസ്റ്റ് നടത്തുന്നത്, ഫോളോഡ് ബൈ ഇൻഡിവിജ്വൽ കമ്പനി അല്ലെങ്കിൽ സ്റ്റോക്ക് ബേസ്ഡ് ആയിട്ടുള്ള അനാലിസിസ്. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ബോട്ടം അപ്പ് അപ്രോച്ച്. ഇവിടെ മാക്രോസിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. പോർട്ട്ഫോളിയോ അലോക്കേഷൻ ഒക്കെ തന്നെയും ഇൻഡിവിജ്വൽ സ്റ്റോക്സിനെ അല്ലെങ്കിൽ കമ്പനിയുടെ ഇൻഡെപ്ത് ആയിട്ടുള്ള അനാലിസിസിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. എക്കണോമിക് അതുപോലെ തന്നെ മാർക്കറ്റ് സൈക്കിളിന് അത്ര എംഫസൈസ് കൊടുക്കുന്നില്ല. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള റിസർച്ച് ആയിരിക്കും. അതുപോലെ ഒരു കമ്പനി അല്ലെങ്കിൽ സ്റ്റോക്ക് ലോങ് ടേമിൽ എങ്ങനെ വാല്യൂ ക്രിയേറ്റ് ചെയ്യാം, അതിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയാണ് ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ തന്നെയും നടത്തുന്നത്. ഇതിന് മൈക്രോ അനാലിസിസ് എന്ന് പറയും. സോ ഇതാണ് രണ്ട് ഡിഫറെന്റ് സ്റ്റൈൽസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് പ്രോസസ്. നൗ അസറ്റ് അലോക്കേഷൻ. എന്താണ് അസറ്റ് അലോക്കേഷൻ? മുന്നേ പറഞ്ഞ പോലെ തന്നെ ഡിഫറെന്റ് സ്ട്രാറ്റജീസ് ഉണ്ട്. സ്ട്രാറ്റജീസിനനുസരിച്ച് ഓരോ സ്കീമിനും ഒരു റിസ്ക് മെട്രിക്സ് ഉണ്ട്. അതിനനുസരിച്ചും മാർക്കറ്റ് ട്രെൻഡ് അനുസരിച്ചും മാക്രോസും മൈക്രോസും ഒക്കെ അനുസരിച്ചായിരിക്കും പോർട്ട്ഫോളിയോ അലോക്കേഷൻ നടത്തുന്നത്. സ്റ്റോക്സ്, ബോണ്ട്സ്, അതുപോലെ തന്നെ ക്യാഷ്, ഇവയിലേക്കൊക്കെ ആയിരിക്കും അസറ്റ് അലോക്കേഷൻ ബ്രോഡ്ലി നടക്കുന്നത്. സ്റ്റോക്സിൽ തന്നെ ട്രെൻഡ് അനുസരിച്ച് അല്ലെങ്കിൽ ഗവൺമെന്റ് പോളിസീസിന്റെ ഒക്കെ ബേസിൽ സ്പെസിഫിക് സെക്ടറിലേക്ക് കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്നു. എങ്ങനെയാണ് ഒരു ഫണ്ട് മാനേജർ ഈ അസറ്റ് അലോക്കേഷൻ ഫൈൻ ട്യൂൺ ചെയ്യുന്നത് ബെറ്റർ റിട്ടേൺസിന് വേണ്ടി എന്ന് നോക്കാം. ഏതൊരു നല്ല സ്കീമിനും നല്ല ഫണ്ട് മാനേജറും ഒരു സ്പെസിഫിക് സ്റ്റോക്കിലേക്ക് 5% വെയിറ്റേജ് സാധാരണഗതിയിൽ കൊടുക്കാറില്ല. എന്നാൽ അടുത്ത കാലത്തൊക്കെ പുതിയ AMCs കൂടുതൽ അഗ്രസീവ് ആനായിട്ടും പെട്ടെന്ന് AUMs കൂട്ടാനായിട്ടും കൂടുതൽ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാനായിട്ടും വേണ്ടിയിട്ട് ഒരു അഗ്രസീവ് മോഡിൽ ഈ 8 to 9% ഒക്കെ ഇൻഡിവിജ്വൽ സ്റ്റോക്സ് അല്ലെങ്കിൽ ടോപ്പ് 10 ഹോൾഡിംഗ്സിലേക്കൊക്കെ അലോക്കേറ്റ് ചെയ്യുന്നതായിട്ട് അടുത്ത കാലത്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ അവിടെ തീർച്ചയായിട്ടും അത് കൂടുതൽ അഗ്രസീവ് ആണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ വോളറ്റൈലും ആയിരിക്കും. ജനറലി 5% ഒക്കെയാണ് ടോപ്പ് 10 ഹോൾഡിംഗ്സിലേക്ക് അലോക്കേഷൻ സാധാരണഗതിയിൽ നടത്താറുള്ളത്. ഈ 5% എന്നുള്ളത് തന്നെ ആദ്യത്തെ 10 ഹോൾഡിംഗ്സിലായിരിക്കും അല്ലെങ്കിൽ ടോപ്പ് 10 ഹോൾഡിംഗ്സിലേക്കായിരിക്കും അലോക്കേറ്റ് ചെയ്യുന്നത്. ഓവറോൾ ഒരു സ്കീമിന്റെ ടോപ്പ് 10 ഹോൾഡിംഗ്സിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് നോർമലി 35 to 50% ആണ് വരുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഏതൊരു സ്കീമിന്റെ പെർഫോമൻസിനെ ഡ്രൈവ് ചെയ്യുന്നത് ആ സ്കീമിന്റെ ടോപ്പ് 10 ഹോൾഡിംഗ്സ് ആയിരിക്കും. എങ്ങനെയാണ് ഏറ്റവും നല്ല സ്റ്റോക്സ് ഒക്കെ സെലക്ട് ചെയ്യുന്നത്? പലരുടെയും ധാരണ ഫണ്ട് മാനേജേഴ്സ് ഒക്കെ
കമ്പനിയുടെ ഫിനാൻഷ്യൽസ് ഒക്കെ ഇൻഡെപ്ത് അനാലിസിസ് നടത്തി റേഷ്യോസ് ഒക്കെ അനലൈസ് ചെയ്താണ് ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ അലോക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നടത്തുന്നത് എന്നാണ്. ഏതൊരു സ്കീമിനും അതിന്റെ സ്ട്രാറ്റജിയും അല്ലെങ്കിൽ അതിന്റെ കാറ്റഗറി ഒക്കെ അനുസരിച്ച് അതിനൊരു യൂണിവേഴ്സ് ഓഫ് സ്റ്റോക്സ് ഉണ്ടാവും. അത് മേ ബി ഒരു 200-300 സ്റ്റോക്സ് ഒക്കെ ആയിരിക്കും ആ ഇനീഷ്യൽ യൂണിവേഴ്സിൽ കവർ ചെയ്യുന്നത്. ഈ യൂണിവേഴ്സിൽ നിന്ന് തന്നെ ആ ഫണ്ട് മാനേജ്മെന്റ് ടീമും അതിൻ്റെ അകത്ത് ടോപ്പ് ആയിട്ടുള്ള മേ ബി ഒരു 100 കമ്പനീസ് ആദ്യം തന്നെ സെലക്ട് ചെയ്യുന്നു. ഈ കമ്പനീസിലെ ഓരോ കമ്പനീസിലേക്കും ഡയറക്റ്റ് വിസിറ്റ് ചെയ്യുന്നു. ആ കമ്പനികളുടെ ഏറ്റവും ചീഫ് എക്സിക്യൂട്ടീവ്സ് ആയിട്ടുള്ള സിഇഒസ് അല്ലെങ്കിൽ CFOസിനെയൊക്കെ ഡയറക്റ്റ് മീറ്റ് ചെയ്യുന്നു. കമ്പനിയുടെ ഫ്യൂച്ചർ പ്ലാൻസും ടാർഗറ്റ്സും ഒക്കെ എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കുന്നു. ഏതൊരു നല്ല കമ്പനിയുടെയും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ടോപ്പ് എക്സിക്യൂട്ടീവ്സിന് ഈ ഒരു ഫ്യൂച്ചർ പ്ലാൻസോ അല്ലെങ്കിൽ നമ്പേഴ്സോ ഒന്നും ഒരു വേഗമായിട്ട് പറയാനായിട്ട് അവർക്ക് സാധിക്കില്ല. ലോജിക്കൽ അല്ലാത്ത കാര്യങ്ങൾ അവർ പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെയൊക്കെ ബേസിസ് എന്താണെന്ന് തിരിച്ചു ചോദിക്കാനുള്ള അതൊക്കെ അനലൈസ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉള്ളവരുമായിരിക്കും ഈ ഒരു ഫണ്ട് മാനേജറും ടീമും. മോസ്റ്റ്ലി CFAസും CAസും ഒക്കെ ആയിരിക്കും ഈ ഒരു ടീമിലുള്ളത്. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനി അവർ ടാർഗറ്റ് ചെയ്യുന്ന നെക്സ്റ്റ് 5 ഇയേഴ്സിൽ കറന്റ് ടോപ്പ് ലൈനിൽ നിന്ന് ഒരു 5x അല്ലെങ്കിൽ 3x 3 ഇരട്ടിയാണ് ടോപ്പ് ലൈൻ ഗ്രോത്ത് അവർ പ്രൊജക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ബേസിസ് തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കേണ്ടി വരും. നെക്സ്റ്റ് 5 ഇയേഴ്സിൽ 3x ആണ് അവർ ടോപ്പ് ലൈൻ എക്സ്പെക്ട് ചെയ്യുന്നത് എങ്കിൽ അതെങ്ങനെ അവർ അച്ചീവ് ചെയ്യും? അതിനുള്ള പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉണ്ടോ? പ്രൊഡക്ഷൻ കൂട്ടണമെങ്കിൽ അതിന് മാത്രം അവരുടെ പ്രൊഡക്റ്റിന് മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടോ, സ്വീകാര്യത ഉണ്ടോ? ഇനി അങ്ങനെ ഡിമാൻഡ് ഉണ്ടെങ്കിൽ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ടുള്ള ക്യാപെക്സ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? അതിനുള്ള ക്യാപിറ്റൽ അവരുടെ ബുക്സിൽ തന്നെ ഉണ്ടോ? അല്ലെങ്കിൽ എങ്ങനെയാണ് അത് റേസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്? ഡെറ്റ് ആണോ, ഇക്വിറ്റി ആണോ? ഇനി ഡെറ്റ് ആണെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് എന്താണ്, അല്ലെങ്കിൽ അത് എങ്ങനെ കവർ ചെയ്യും? ഇക്വിറ്റി ആണെങ്കിൽ അതിന്റെ എത്ര പെർസെന്റേജ് ആണ് ഒരു ഫ്രഷ് ഇഷ്യൂ ആയിട്ട് നടത്തുവാനായിട്ട് അവർ പ്ലാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡൈലൂട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്? ഇതുപോലുള്ള 100 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അതിനൊക്കെ ഇൻഡെപ്ത് ആയിട്ട് ഡിഗ് ചെയ്തിട്ടായിരിക്കും ഈ ഫണ്ട് മാനേജറും ടീമും ഓരോ കമ്പനിയിൽ നിന്നും തിരിച്ചു പോരുന്നത്. ഈ ഡേറ്റാസിനൊക്കെ തന്നെയും ഓരോ സീനിയർ മാനേജ്മെന്റും റെസ്പോൺസിബിൾ ആയിരിക്കും. ഇനി ഇതെല്ലാം ലോജിക്കലാണ്, റീസണബിൾ ആയിട്ട് അച്ചീവബിൾ ആണ് എങ്കിൽ ഈ കമ്പയർ ചെയ്ത ഡേറ്റാസ് ഒക്കെ തന്നെ വെച്ച് ഈ ഫണ്ട് മാനേജറും ടീമും അടുത്തത് ഒരു മാർക്കറ്റ് സ്റ്റഡിയാണ്. ഈ ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ പ്രോഡക്റ്റിന്റെ വിശ്വാസ്യത അല്ലെങ്കിൽ ഡിമാൻഡ്, അതുപോലെ തന്നെ അതിന്റെ മാർക്കറ്റ് സൈസ് എത്രയാണ്, TAM എന്ന് പറയുന്നു, ടോട്ടൽ അഡ്രസബിൾ മാർക്കറ്റ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ്, ഒരു സ്റ്റഡിയാണ്. ടോട്ടൽ അഡ്രസബിൾ മാർക്കറ്റ് വലുതാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ കമ്പനിയുടെ അതിൻ്റെ അകത്തെ പെർസെൻറ്റേജ് ഷെയർ എത്രയാണ്, അതിന്റെ പിയേഴ്സിന്റെ പ്രൊഡക്റ്റിന്റെ വിശ്വാസ്യതയും ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ എത്രയാണ്, അതിനനുസരിച്ചായിരിക്കും ഇവർ പ്ലാൻ ചെയ്യുന്നത്. ഇവരുടെ ഈ ഒരു കമ്പനിയുടെയും പ്രൊഡക്ഷൻ കപ്പാസിറ്റിയും മറ്റുമൊക്കെ കൂട്ടിയാൽ തീർച്ചയായിട്ടും വലിയൊരു ഓപ്പർച്യൂണിറ്റി സൈസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ഫ്യൂച്ചർ ഇത്ര വർഷത്തേക്കിനുള്ള ഗ്രോത്ത് വളരെ ഇൻടാക്ട് ആണ് എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, മ്യൂച്വൽ ഫണ്ട്സിലൊക്കെ നിങ്ങൾ ഏതൊരു നല്ല സ്കീമിന്റെയും ടോപ്പ് ഹോൾഡിങ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് വർഷങ്ങളോളം ആ ഒരു ഹോൾഡിങ്സ്, ആ ഒരു വെയിറ്റേജ് ഓരോ ഫണ്ട് മാനേജറും കൊടുക്കുന്നതായിട്ട്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റോക്സ് ഒക്കെ അങ്ങനെ ഇൻടാക്ട് ആയിട്ട് തന്നെ നിർത്തിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. കാരണം അതിന്റെയൊക്കെ ഫ്യൂച്ചർ ഗ്രോത്ത് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. സോ അതുകൊണ്ട് തന്നെ അത് എക്സിറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഓരോ അപ്രിസിയേഷൻ വരുമ്പോഴത്തേനും വെയിറ്റേജ് അല്ലെങ്കിൽ ഒരു പോർട്ട്ഫോളിയോ വെയിറ്റേജിന്റെ ബേസിൽ ഒരു റീബാലൻസിങ് നടത്തുകയേ ഉള്ളൂ സാധാരണഗതിയിൽ. ഉദാഹരണത്തിന് റിലയൻസ് അല്ലെങ്കിൽ ഇൻഫോസിസ്, TCS, ITC, ബ്രിട്ടാനിയ തുടങ്ങിയ കമ്പനികൾ, അല്ലെങ്കിൽ ലാർജ് ക്യാപ്പ് സ്റ്റോക്സ് അല്ലെങ്കിൽ ബ്ലൂ ചിപ്പ് സ്റ്റോക്സ്, ഈവൻ മിഡ് ക്യാപ്പിലാണെങ്കിലും സ്മോൾ ക്യാപ്പിലാണെങ്കിലും ഏറ്റവും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഫ്യൂച്ചർ നല്ല ഗ്രോത്ത് കാഴ്ചവെക്കാൻ സാധ്യതയുള്ള കമ്പനികളൊക്കെ തന്നെയും ആ ടോപ്പ് 10 ഹോൾഡിംഗ്സ് എപ്പോഴും നിലനിർത്തുവാനായിട്ട് എല്ലാ ഫണ്ട് മാനേജേഴ്സും ശ്രമിക്കും. കാരണം അതിന്റെ ഇൻഡെപ്ത് സ്റ്റഡിയുടെ ബേസിൽ തന്നെയാണ് അതിന് അടുത്ത 10 വർഷത്തേക്ക് അല്ലെങ്കിൽ 15 വർഷത്തേക്കിന് ഹ്യൂജ് പൊട്ടൻഷ്യൽ ആണ്. അത് ഇത്ര 10x ആയിട്ട് അതിന്റെ പ്രൈസ് കയറാനായിട്ട് അല്ലെങ്കിൽ അതിന്റെ മാർക്കറ്റ് ക്യാപ്പ് കൂടാനായിട്ട് സാധ്യത ഉണ്ടെന്നുള്ള ഒരു ക്ലിയർ സ്റ്റഡി നടത്തുന്നതുകൊണ്ടാണ് ഇതൊക്കെ സാധിക്കുന്നത്. സോ ഇങ്ങനെയാണ് ഓരോ ഫണ്ട് മാനേജറും സ്റ്റോക്സ് ഒക്കെ പിക്ക് ചെയ്യുന്നത്. വെറും തിയറിറ്റിക്കൽ ആയിട്ടുള്ള വാല്യുവേഷൻ റിസർച്ചിന്റെ ബേസിസിലല്ല, അത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയുടെ ബേസിസിലാണ്. അങ്ങനെ ഹൈ കൺവിക്ഷൻ ഉള്ള സ്റ്റോക്സിലേക്കാണ് ഈ പറഞ്ഞ ടോപ്പ് 10 ഹോൾഡിംഗ്സിൽ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ടോപ്പ് 10 ഹോൾഡിംഗ്സ് ആണ് ഏതൊരു സ്കീമിന്റെയും
പെർഫോമൻസിനെ ഡ്രൈവ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 40-50% അലോക്കേഷൻ ഈ ടോപ്പ് 10 ഹോൾഡിംഗ്സിൽ മാത്രമായിരിക്കും. നല്ല സ്റ്റോക്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യുകയും അലോക്കേഷൻ നടത്തുകയും ചെയ്താൽ പിന്നീട് വേണ്ടത് ഒരു ഓൺഗോയിങ് മോണിറ്ററിംഗ് ആണ്. പീരിയോഡിക്കൽ ആയിട്ടുള്ള റീബാലൻസിംഗ് ഉണ്ടാവും. റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സുമായിരിക്കും. ഏതൊരു ഫണ്ടിന്റെയും അലോക്കേഷനുള്ള സ്റ്റോക്സിന് ഒരു ടൈറ്റ് മോണിറ്ററിംഗ് ഉണ്ടാവും. അത് ക്വാർട്ടർലി റിസൾട്ട്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പെർഫോമൻസിലാവാം, കോർപ്പറേറ്റ് ഗവേണൻസിൽ ഉണ്ടാവും, അതുപോലെ തന്നെ മാനേജ്മെന്റ് ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടോ എന്നാവും, പ്രൊമോട്ടർ ഹോൾഡിംഗ്സ് റിലേറ്റഡ് ആയിട്ടുള്ളതാവാം. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു അണ്ടർലൈൻ സ്റ്റോക്സിൽ വലിയൊരു അപ്രീസിയേഷൻ ഉണ്ടായാൽ അവിടെ തീർച്ചയായിട്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവും. ഏതെങ്കിലും അണ്ടർലൈൻ ഹോൾഡിംഗ്സിന്റെ പെർഫോമൻസിൽ വലിയൊരു ഡിറ്റീരിയറേഷൻ സംഭവിച്ചാൽ തീർച്ചയായിട്ടും അതിലൊരു എക്സിറ്റ് ഉണ്ടാവാം. ഇതൊക്കെയാണ് ഓൺഗോയിങ് മോണിറ്ററിംഗിൽ വരുന്നത്. ഇനി റിസ്ക് മാനേജ്മെന്റ് എന്നാൽ അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഏതൊരു സ്കീമിന്റെയും അല്ലെങ്കിൽ ഫണ്ടിന്റെയും അത് ലൈഫ് ലോങ് ഉണ്ടാവും അല്ലെങ്കിൽ ഉണ്ടാവണം, അല്ലെ? ഇൻഡസ്ട്രി റിസ്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള റിസ്ക് ഉണ്ടാവാം, മാർക്കറ്റ് റിസ്ക് ഉണ്ടാവാം, ഇനി ഒരു ഓവറോൾ എക്കണോമിക് ഡോൾഡ്രംസ് ഉണ്ടാവാം. ഇതൊക്കെ തന്നെയും ഒരു ഫണ്ട് മാനേജ്മെന്റ് ടീം വളരെ കീൻ ആയിട്ട് റെഗുലർ ആയിട്ടും അനലൈസ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഇൻ ഷോർട്ട്, ഓരോ സ്കീമിനും ഒരു ക്ലിയർ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ് ഉണ്ടാവും, ഫണ്ട് മാനേജ്മെന്റ് സ്റ്റൈൽ ഉണ്ട്. അതിനനുസരിച്ചാണ് പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷൻ നടക്കുന്നതും ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നതും. ഏത് AMC ആണെങ്കിലും ഫണ്ട് ആണെങ്കിലും അതിന്റെ ബെഞ്ച് മാർക്കിനെ ഔട്ട് പെർഫോം ചെയ്തുകൊണ്ടുള്ള ഒരു ബെറ്റർ അല്ലെങ്കിൽ സുപ്പീരിയർ റിട്ടേൺ ആണ് ഏതൊരു ഫണ്ട് മാനേജറും ടാർഗറ്റ് ചെയ്യുന്നത്. സോ ഇതാണ് ഒരു ഓവറോൾ ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് പ്രോസസ്. ഇനി എങ്ങനെ ഒരു നല്ല മ്യൂച്വൽ ഫണ്ട് സ്കീം തിരഞ്ഞെടുക്കാം, നമുക്ക് മറ്റൊരു സെഗ്മെന്റിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ സെഗ്മെന്റ് എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയി എന്ന് കരുതുന്നു. താങ്ക് യു ഓൾ. Please like, share, and subscribe.